ഇസ്ലാമാബാദിൽ നടക്കുന്ന US-ഇറാൻ സമാധാന ചർച്ചകളുടെ പുരോഗതി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. US-നെയും ഇസ്രായേലിനെയും പോലെ യുദ്ധപ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും പോരാട്ടത്തിൽ അവരും പങ്കാളികളായിരുന്നു. US സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം നൽകിയതിന്റെ പേരിലും ആ താവളങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായതിന്റെ പേരിലും ഇറാന്റെ മിസൈൽ ഡ്രോൺ പ്രഹരത്തിന് ഗൾഫ് രാജ്യങ്ങളും ഇരയായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിട്ടതിനേക്കാൾ ശക്തമായിരുന്നു പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയ പ്രഹരം. 4 ആഴ്ചയിലേറെ നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിലേക്ക് 850 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചതെങ്കിൽ 2256 ഡ്രോണുകളും 563 മിസൈലുകളുമാണ് UAE-യിലേക്ക് അയച്ചത്. ഇതിനുള്ള പ്രധാന കാരണം മിസൈലുകളുടെ ദൂരപരിമിതി തന്നെ. 2000ഓളം കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിൽ എത്താവുന്നത്ര ദൂരപരിധിയിലുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശം അധികമില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഹ്രസ്വദൂര മിസൈലുകൾ വേണ്ടത്ര ഉണ്ട് താനും. സൗദി അറേബ്യയിലേക്കും താരതമ്യേന പരിമിതമായ പ്രഹരമാണ് ഇറാൻ നടത്തിയത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിട്ടതിനേക്കാൾ ശക്തമായിരുന്നു പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയ പ്രഹരം. ആക്രമണം ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായുള്ള ഭാവി ബന്ധങ്ങളെയും ബാധിച്ചെന്ന് വരാം. ഇറാനുമായി ബന്ധം പുലർത്താൻ സൗദി അറേബ്യയ്ക്ക് താല്പര്യമുണ്ടെന്നാണ് സൂചനകളിൽ നിന്ന് ലഭ്യമാകുന്നത് വിവരം. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ഇന്നലെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇറാനോട് കടുത്ത നിലപാട് വേണമെന്ന അഭിപ്രായത്തിലാണ് UAE. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഇറാന്റെ ലാബൻ ദ്വീപിലെ ഊർജ്ജ സമുച്ചയത്തിലേക്ക് ആക്രമണം നടത്തിയത് UAE ആണെന്നാണ് ഇറാന്റെ ആരോപണം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ചർച്ചയാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് ഏറെ നിർണായകമാകും. സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവയുടെ എണ്ണ വാണിജ്യം മാത്രമല്ല, നാവിക വാണിജ്യം ഏതാണ്ട് പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതിനാൽ ഹോർമൂസിലൂടെയുള്ള നാവിക ഗതാഗതം സുഗമമായിരിക്കേണ്ടത് അവർക്ക് ജീവൻ മരണം പ്രശ്നം തന്നെയാണ്. US-നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന സുരക്ഷാ നയത്തിലും ഗൾഫ് രാജ്യങ്ങൾ പുനർചിന്തനം നടത്താനിടയുണ്ട്. ഇസ്രായേലിന്റെ താല്പര്യം മാത്രമേ US അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം സംരക്ഷിക്കുകയുള്ളൂ എന്ന ചിന്താഗതി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. എന്നാൽ US-നെ കൈയൊഴിഞ്ഞുള്ള സുരക്ഷാ പദ്ധതി നിലവിൽ ആലോചിക്കാനുമാകില്ല. ഇങ്ങനൊരു വിഷമഘട്ടത്തിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തലല്ല, ഗൾഫ് മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായകമായ ഒരു വഴിത്തിരിവാണെന്ന് പറയണം. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സമില്ലാത്ത ഗതാഗതവും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ ചിലപ്പോൾ മിനിയേണ്ടി വന്നേക്കാം. അമേരിക്കയുടെ ഇസ്രായേൽ പക്ഷപാതവും ഇറാന്റെ പ്രഹരശേഷിയും അവരെ ഒരു വിഷമവൃത്തത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളും ഒപ്പം തന്നെ കൂടുതൽ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളും ഒരുപോലെ ആവശ്യമാണ്. സമാധാനം പുലർന്നാലും ഇല്ലെങ്കിലും പഴയതുപോലെ സുരക്ഷാ ബന്ധം ഇനി US-ഉമായി സാധ്യമാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, പെട്ടെന്നാണ് ഗൾഫ് മേഖലയിലെ സമാധാനം മാറി അശാന്തി പരന്നത്. ഈ യുദ്ധത്തിനിടയിൽ പെട്ടുപോയൊരു വിഭാഗം പ്രവാസികളാണ്. നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. ഇപ്പോഴും പല വിമാന കമ്പനികളും പല റൂട്ടിലേക്കും സർവീസുകൾ നടത്തുന്നില്ല. ടിക്കറ്റ് നിരക്ക് ഉയർന്നു. വിസ കാലാവധി കഴിഞ്ഞതുകൊണ്ട് പിഴ അടച്ച് കീശയിലെ കാശ് തീരുന്നവർ മറ്റൊരു ഭാഗത്ത്, വിലക്കയറ്റത്തിനുള്ള സാധ്യത, അതുപോലെ തന്നെ സാധനങ്ങളുടെ ലഭ്യതക്കുറവിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം വരുത്തി വെച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുക്കള വരെ എത്തി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യതയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി പോലും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി യുദ്ധമെല്ലാം പൂർണ്ണമായും അവസാനിച്ചാലും എല്ലാം പഴയപടിയായി വരാൻ മാസങ്ങളോളം എടുക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അപ്പോഴും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകണമെങ്കിൽ അതിന് നല്ലൊരു തുക കൊടുക്കേണ്ടി വരും എന്നുള്ള ഇറാന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ വളരെ നിർണായകമാണെന്ന് പറയേണ്ടി വരും. ലോകത്തിന്റെ ഭാവിയും ഗൾഫ് രാജ്യങ്ങളുടെ ഭാവിയും പ്രവാസികളുടെ ഭാവിയും എല്ലാം ഈ ചർച്ചയിലാണ് ഇരിക്കുന്നത്. ഈ ചർച്ചയിൽ എന്ത് തീരുമാനം എടുത്താലും അത് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒന്നുകൂടിയായി മാറും.